ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം റേഷൻ കിറ്റിലൊക്കെ എപ്പോഴും കിട്ടാറുള്ള ഒന്നാണ് ഈ ഒരു തുവരപ്പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് സോക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതലൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ആ ഒരു കുഞ്ഞൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി, ഒരു പച്ചമുളക്, അതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, ഒന്ന് തരുതരുമായിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അതായത് ഒരു ക്രഷ് ചെയ്ത പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇഞ്ചി വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില കൂടെ നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തിക്കാവുന്ന പരുവത്തിന് എത്രയാണോ നമുക്ക് കടലമാവും അരിപ്പൊടിയും ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് തിക്കാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കണ്ട, എന്നാൽ ഒരുപാട് ലൂസ് പരുവത്തിലുമല്ല. നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഓരോ പിടി എടുത്തിട്ട് നമുക്ക് കൈവെള്ളയിലൊന്ന് വെള്ളം നനച്ചതിന് ശേഷം വേണം ഇതുപോലുള്ള ഷേപ്പാക്കി എടുക്കാൻ. ഇനി നിങ്ങൾക്ക് വേറെ ഷേപ്പ് എന്തെങ്കിലും മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നല്ലതായിട്ട് ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ വശവും ഒരുപോലെ നല്ലതായിട്ട് കുക്കായി കിട്ടും. അതുപോലെ തന്നെ അകമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. ഇനി ഇത് വെറുതെ സെർവ് ചെയ്യുന്നതിനേക്കാളും നല്ല ചട്നിയോടൊപ്പം സെർവ് ചെയ്യുന്നതാണ് കേട്ടോ ഏറെ ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊക്കെ എരിവൊക്കെ ചേർത്ത് നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് ഇത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ നല്ല അടിപൊളി ഒരു ചട്നിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ആ ചട്നി ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കൂടെ ഞാനിതിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഇത് ഒരുപാട് സമയം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചൂടായിട്ടുള്ള ഓയിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കതിൻ്റെ അകവശം നല്ലതായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇതുപോലുള്ള ബോളുകളാക്കി എടുക്കുക. അപ്പോഴേ നമുക്ക് അകം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നാരങ്ങ നീര്, ഇത്തരം കാര്യങ്ങൾ ചേർത്ത് പച്ചമുളകും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.